മൈറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തിയായ ആപ്പിൾ സിനമൺ കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ വീറ്റ് ഫ്ലോറിലാണ് അത് യൂസ് ചെയ്യണത്. നമുക്കിതിന് മുമ്പിലും കുറേ കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. എല്ലാം വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്ലം കേക്കിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക്സ് എല്ലാം കുറേ കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നമുക്ക് വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഹെൽത്തിയാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും നമുക്ക് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാത്തവർ കാണുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ കേക്കുകളാണ് കുറേ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേക്കിനായിട്ട് മെയിനായിട്ട് 2 ആപ്പിൾ വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ആപ്പിൾ സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഒരു ആപ്പിൾ എടുത്ത് ഇത് ചെത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ നിങ്ങൾക്കറിയാം ക്യാരറ്റൊക്കെ വെക്കുന്ന ചെറിയ ഹോളിൽ വെച്ചാണ് ഞാൻ എടുത്ത്. അതുകൊണ്ട് ഒരു ആപ്പിളാണ്. ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു അര കപ്പിന് അല്പം കൂടുതലായിട്ടിരിക്കും. അര കപ്പ് ആപ്പിൾ എടുക്കുക അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ഇടുന്നുണ്ട്. 1/4 കപ്പാണ്. ഇതിലേക്ക് അര കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് സാധാരണ ഓർഡിനറി ഷുഗർ എടുത്താലും മതിയാകും. ഞാൻ ബ്രൗൺ ഷുഗർ എടുക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ബ്രൗൺ കളറിൽ നമ്മുടെ കേക്കിന് കുറച്ചുകൂടെ ബ്രൗണിഷ് കളർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇല്ലെങ്കിൽ 1/4 കപ്പ് ഓർഡിനറി ഷുഗർ എടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ഇപ്പം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ സോസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന നേരത്തെ മറ്റേ കുറച്ച് വെള്ളം പോലെ ഇരുന്നു, അതായത് ആപ്പിളും ഷുഗർ സിറപ്പും മിക്സ് ആയിരുന്നു. ഇപ്പോൾ എല്ലാം പോയി നല്ല തിക്കായിട്ടുണ്ട്, കണ്ട് ഹൽവ പോലെ ഉണ്ട്. അപ്പോൾ ഇനി ഇത്രയും മതി. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് കൂളായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തണുക്കാൻ വയ്ക്കാം. അതുവരെ നമുക്ക് മാവ് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, വീട്ടിൽ പൊടിച്ചതായാലും കുഴപ്പമില്ല. 1 കപ്പ്, എൻ്റെ 1 കപ്പ് 250 ml കപ്പാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. 1 ടീസ്പൂൺ, അര ടീസ്പൂൺ സോഡാപ്പൊടി ഇടുന്നുണ്ട്, അര ടീസ്പൂൺ പട്ടപ്പൊടി ഇടുന്നുണ്ട്. ഈ മാവിന് ആവശ്യമുള്ള ഉപ്പിടാം. ഇത് 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് മിക്സ് ആകും. ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ആപ്പിൾ സിറപ്പ് അത് തണുത്തിട്ടുണ്ട്, ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ മിക്സിലോട്ട് ഒരു 1/4 കപ്പ് ബട്ടർ ഇടാം. ഒന്ന് മെൽറ്റഡ് ബട്ടർ ഇടുക, 1/4 കപ്പ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിക്കാം. ഞാൻ 1/4 കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പാലൊഴിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. അപ്പോൾ നമ്മുടെ മിക്സ് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇടാം. സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും പട്ടപ്പൊടി എല്ലാം ഇട്ട് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഞാൻ ഇപ്പോൾ മാവെല്ലാം കുറേശ്ശായിട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചേർത്തിട്ടുണ്ട്, മിക്സ് ആകത്തില്ല. അതുകൊണ്ട് ഇത് നല്ല തിക്കായിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ശകലം കൂടെ പാലൊഴിക്കാം. ഒരു 1/4 കപ്പ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 1/4 കപ്പ് എക്സ്ട്രാ ഇപ്പോൾ ഒഴിച്ചു. അപ്പോൾ നേരത്തെ 1/4 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1/4 കപ്പ്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 1 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ പാനിൽ വെച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കാണിക്കണം. അവനിൽ വെച്ച് വേണമെങ്കിൽ അവനിൽ വെച്ച് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുന്ന ഇതുപോലത്തെ ഇതാണ് എടുക്കുന്നത്. അതായത് ഒരു ഫ്ലവർ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഷേപ്പിലുള്ളതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ബട്ടർ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ, ഒന്നല്ല ഒരു A4 സൈസ് പേപ്പർ ഇട്ടാലും മതിയാകും. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. ഇപ്പോൾ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് തട്ടി വിടുക. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോയി. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ആപ്പിൾ സ്ലൈസ് ചെയ്ത് ഫ്ലവർ പോലെ അങ്ങ് വച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ചെറിയ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ഫ്ലവർ പോലെ കുത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. നമുക്കിത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോണത്. ഒരു പാൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നുണ്ട്, അകത്തൊരു സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് ഞാൻ. അതെന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇട്ടാൽ മതിയാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൗൾ വെച്ചാലും മതിയാകും അകത്ത്. അതായത് ഡയറക്റ്റായിട്ട് നിങ്ങൾ പാത്രം അകത്ത് വെക്കരുത്. അതുകൊണ്ടാണ് അകത്ത് കണ്ട സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം നല്ല ഹീറ്റായിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് അകത്ത് വെക്കാം. ബൗളിൻ്റെ സൈഡ് ടച്ച് ആകാതിരിക്കണം. ഇനി നല്ലപോലെ ക്ലോസ് ചെയ്ത് ഫ്ലെയിം ലോയിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. എത്ര സമയം ആകണമെന്ന് ഞാൻ പറയാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്കിതൊരു 50 മിനിറ്റ്സ് പോലെ ആയിട്ടുണ്ട്. ഒരു 40 to 50 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് കറക്റ്റായിരിക്കും.
അപ്പോൾ ഓവനിലാണെങ്കിൽ നിങ്ങൾ ഒരു 180 വെച്ച് 20 to 30 മിനിറ്റ്സ് ഓവനിൽ വയ്ക്കുക. ഇത് പാനിലാകുമ്പോൾ അല്പം സമയം കൂടുതലാകും. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആക്കാം. ഇതൊന്നും പിടിച്ചിട്ടില്ല. ഈ പേപ്പർ ഇളക്കി മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.